രാഹുൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയല്ലേ? സ്മൃതി, കൂടുതൽ സമയം നിങ്ങൾ അനുവദിച്ചു, ശരി, കൊടുക്കട്ടെ. ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം അത് നമ്മുടെ ഭാവനക്കനുസരിച്ച് അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് അതിൽ കുറേ പരിമിതികളുണ്ട്. ഇപ്പോൾ DYFI വിവിധ പ്രദേശങ്ങളിൽ വിവിധ ആളുകൾക്ക്, വിവിധ തരത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ വിജയിച്ച് വന്ന ആ ടീമിൽ പെട്ട പ്രിയപ്പെട്ട സുഹൃത്തിന് തിരുവമ്പാടിയിൽ ഞങ്ങളൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട് സാധാരണ നമ്മൾ ഈ പറയുന്നത് പോലെ 4 ലക്ഷം 8 ലക്ഷം രൂപയുടെ അതായിരുന്നില്ല. അത് അവരുമായിട്ടുള്ളൊരു ചർച്ചയിൽ ഞങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 1250 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അത് ഏകദേശം 16-18 ലക്ഷത്തോളം രൂപ അതിന് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീട് കൊടുത്തു കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഈ പറയുന്ന തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ എന്നിരുന്നാലും എൻ്റെയും ആഗ്രഹം, ഞങ്ങളുടെ സംഘടനയുടെയും ഒക്കെ ആഗ്രഹം, എങ്ങനെയായിരുന്നോ അവർ ജീവിച്ചിരുന്നത് അല്ല അതിനേക്കാൾ മികച്ച ഒരു അന്തരീക്ഷത്തിൽ അവരുടെ ജീവിതം, അവരുടെ സൗകര്യങ്ങൾ ഒക്കെ അവർക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു സാധാരണ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറയുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുക റിയൽ ക്രൈസിസ് മാനേജർ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് CMൽ വലിയൊരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. കേരളത്തിലെ ജനങ്ങളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ ഈ ഒരു ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഓരോ വിഷയവും മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ സർവകക്ഷി യോഗം വിളിച്ചു, അതുപോലെ തന്നെ ഉദ്യോഗ തലത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിട്ട് നടത്തുന്നു. അങ്ങനെ ഓരോ ഭാഗത്തും ചർച്ചകൾ നടത്തി അതിൻ്റെ പിന്നാലെ നിന്ന് എങ്ങനെയൊക്കെ ഈ ജനങ്ങളെ കയറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതിൻ്റെ ലീഡർഷിപ്പായിട്ട് സഖാവ് പിണറായി വിജയനും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ ജനങ്ങൾ പ്രയാസപ്പെടില്ല, അവർ ഒറ്റപ്പെടില്ല, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടപടി സ്വീകരിക്കും. അതിന് എത്രത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകുമോ ആ സഹായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കും ഒരു പദ്ധതിയും അതിൻ്റെ ഒരു പ്ലാനും ഒക്കെ വീണ്ടും ഒക്കെ വരിക. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ ഒരു സഹായം വന്നില്ലെങ്കിലോ, അതും വേണമല്ലോ നമുക്ക് നോക്കുക. ഇപ്പോൾ നമ്മളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെയൊക്കെ മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് നമ്മളൊരു പക്ഷേ ചർച്ച ചെയ്യും. പക്ഷേ ഇവിടെ ഞാനത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആ പെർഫോമൻസ്, ഇടപെടലുകൾ, സംസാരം, അതിലൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷ കൽപ്പിക്കുക. 100% നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സഹായം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം സമാനതകളില്ലാത്ത ഇപ്പോൾ ജിയോളജിക്കൽ, അതുകൊണ്ട് തന്നെ അതിലൊരു പ്രതീക്ഷയുണ്ട്. അതെ ഒരു അത്യുഗ്രമായ സ്ഫോടനം നടന്നതുപോലെയുള്ള, ഒരു ബോംബ് സ്ഫോടനം നടന്നതുപോലെയുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നത് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു സമാനതകളില്ലാത്ത ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളോടും ഒക്കെ മുഖ്യമന്ത്രിയോടും ഒക്കെ ഉറപ്പ് കൊടുക്കുന്നത് പണത്തിന്റെ കുറവ് വരില്ല. ആ പണത്തിന്റെ അളവ് കൂടി അറിഞ്ഞാൽ നമുക്ക് ഈ പുനരധിവാസ പാക്കേജ് ഏറ്റവും മനോഹരമായി ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നടപ്പിലാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.